കാലിഫോർണിയയിലേക്ക് ചരക്ക് കയറ്റാൻ പോണ ഒരുവാണ്. എവിടേക്ക്? കാലിഫോർണിയയിലേക്ക്. നിങ്ങൾക്ക് രണ്ടാക്കും വേണ്ടി വേണമെങ്കിൽ നമ്മളത് ദുബായ് കടപ്പുറം വഴി തിരിച്ചു വിടാം. പിന്നെ കഷ്ടൊരു ഫർലോങ് നീന്തണം. നാടോടിക്കാറ്റ് സിനിമയിലെ മാമുക്കോയുടെ ഈ ഡയലോഗ് കേട്ട് ചിരിക്കാത്ത മലയാളികൾ വിരളമായിരിക്കും. കുതിരവട്ടം പപ്പുവിന്റെ താമരശ്ശേരി ചുരം പോലെ മലയാളികളെ ഒരു സുപരിചിതമാക്കി തന്ന ഡയലോഗ് അതായിരുന്നു ഇത്. ഒരു കാലത്ത് ഗൾഫ് നാടുകളിലേക്ക് ചരക്ക് നീക്കങ്ങളിൽ നിർണായക പങ്കാണ് ഉരുക്കൾ വഹിച്ചിരുന്നത്. കാലത്തിന്റെ കുത്തൊഴുക്കിൽ എല്ലാ മേഖലയിലും ഉണ്ടായ മാറ്റം ഉരുവിനെയും ബാധിച്ചു. മലയാളികൾക്ക് ആന എന്ന പോലെയാണ് ഗൾഫുകാർക്ക് ഉരു. ഇവിടുത്തെ ശതകോടീശ്വരന്മാരുടെ ആഡംബര ചരക്ക് കപ്പലായി ഇന്ന് ഉരുക്കൾ മാറിയിരിക്കുന്നു. എങ്കിലും ഗൾഫ് നാടുകളിൽ ഇന്നും ഉരുകൾ താരങ്ങളാണ്. കടൽ കടന്ന് ഗൾഫ് നാടുകളിൽ എത്തിയ മലയാളികൾക്കും അവിടുത്തെ പഴമക്കാർക്കും പറയാനുള്ള കഥകളിൽ മുഖ്യ കഥാപാത്രമായി ഒരു സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഉരുവിനെക്കുറിച്ച് പറയുമ്പോൾ അതിനോട് ചേർത്ത് വെക്കുന്ന ഒരു നാമമുണ്ട്, ബേപ്പൂർ. ഇച്ചിരി കൂടി വ്യക്തമായി പറഞ്ഞാൽ ബേപ്പൂരില്ലാതെ എന്തൊരു. ഉരുവിന്റെ കഥകളെക്കുറിച്ചും നിർമ്മാണത്തെക്കുറിച്ചും അറിയുവാൻ ഞങ്ങൾ ബേപ്പൂരിലെത്തിയപ്പോൾ ഇവിടെ ഒരെണ്ണത്തിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഗൾഫിലെ ഒരു രാജകുടുംബത്തിനു വേണ്ടിയാണ് ഈ ഉരു നിർമ്മിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ സത്യൻ ചേട്ടനിൽ നിന്ന് അറിയാം. ഉരുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നമ്മളെ ബേപ്പൂർ ഉണ്ടായ സംഭവങ്ങളാണ്. ഇപ്പം നമ്മളിത് ചെയ്യുന്നത് മാത്രം. നമ്മളെ വർക്കും ഇത് തന്നെയാണ്. 1983 തുടങ്ങിയ വർക്കുകളാണ്. അതിൽ 90 കാലഘട്ടം ഖത്തറിലായിരുന്നു. ഖത്തറിൽ ഇപ്പോൾ വന്നിട്ട് ഒരു 10 വർഷമായി. അവരെ വർക്ക് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും ചെയ്യുന്നത്. ഖത്തറിൽ ഒരു 10 ഉണ്ടാക്കി. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 10 ഇവിടെ ഉണ്ടാക്കി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒരു എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്നത് യൂസഫ് അഹമ്മദ് അമ്മാരി എന്ന് പറഞ്ഞ ആൾക്കാർ. അയാൾക്ക് അവിടെ സെയിൽ ചെയ്യാനുള്ളതാണ്. ഇവിടുന്ന് ഉണ്ടായി കൊണ്ടുപോയിട്ട് അവിടെ സെയിൽ ചെയ്യും. റോയൽ ഫാമിലിക്ക് സെയിൽ ചെയ്യാനുള്ളതാണ്. ഈ ഒരു മാത്രമാണ് രണ്ടെണ്ണം മാത്രം കുറച്ച് ഡിലേ ആയിട്ടുള്ളൂ. കാരണം വെള്ളപ്പൊക്കം കൊറോണയ്ക്ക് ആയതുകൊണ്ട് ഡിലേ ആയത്. അപ്പോൾ ഏകദേശം ഇറക്കാനുള്ള കണ്ടീഷനിലാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിൻ്റെ ലെങ്ത്ത് പറയുകയാണെങ്കിൽ 150 അടിയാണ് ലെങ്ത്ത്. വിടുത്ത് 34 അടി. സെൻറ്റർ ഹൈറ്റ് 12 അടി. നമ്മളെ മൂവാറ്റുപുഴ തേക്കുകളാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. മൂവാറ്റുപുഴ കാലടി ആ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന നമ്മളെ കേരളത്തിലെ തേക്ക് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ കുറച്ച് മരങ്ങൾ ഞങ്ങൾ തൂത്തുക്കുടി ഹാർബറിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന മരങ്ങളുണ്ട് ഇതിനകത്ത്. നമ്മളെ ബേപ്പൂർ സ്വദേശികൾ തന്നെയാണ് ഇതിൻ്റെ പണിക്കാർ. ഈ ഇങ്ങനത്തെ ഒരു ഇത്ര വലുപ്പത്തിലൊരു പണിഞ്ഞ് വരണമെങ്കിൽ ഒരു 25 പേര് ഒരു 1.5 വർഷം പണിയെടുത്താലോ ഇങ്ങനത്തെ ഒരു പണിഞ്ഞ് തീരുള്ളൂ. GI നെട്ട് ബോൾട്ടുകൾ ഒക്കെയാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ്. അറബികൾക്ക് കടലിൽ പോയിട്ട് സവാരി നടത്താനുള്ള ഒരു ബോട്ടാണ്. ഉരുവിനെ പറ്റി അറബികൾ അറിയപ്പെടുന്നത് കോഴിക്കോട് ബേപ്പൂരാണ്. അത് ഇപ്പോൾ ഉള്ളതൊന്നുമല്ല. 500 വർഷം അതിൻ്റെ പിന്നോട്ടും ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു 100 വർഷമായ അറബീനെ 1990 വെച്ച് ഖത്തറിന് ഞങ്ങൾ അറബീൻ്റെ വാപ്പയാണ്. അയാളെ കുട്ടിക്കാലത്ത് ബേപ്പൂർ വന്നിട്ടുണ്ട് ഒരു ചരക്കെടുക്കാനായിട്ട്. അവരെ ഫാദർ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുന്നേ ഉള്ളൊരു സംഭവങ്ങളാണ്. ബോംബ്, സരീക്ക, സമ്പൂക്ക്. സുലഭമായ തേക്കും തച്ചന്മാരുടെ കരവിരുതും ഉരു നിർമ്മാണത്തിനുതകുന്ന നദീമുഖങ്ങളുമാണ് കോഴിക്കോടിനെ പ്രധാന ഉരു നിർമ്മാണ കേന്ദ്രമാക്കിയത്. പണ്ട് പത്തേമാരി എന്നറിയപ്പെടുന്ന പായ്ക്കപ്പലുകൾ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് കോഴിക്കോട്ട് എത്തിയിരുന്നു. ഇവയിൽ ഉരുണ്ട പിൻഭാഗമുള്ള ബോംബ് ചരക്ക് കയറ്റാനും കൂർത്ത പിൻഭാഗമുള്ള സിരീക്ക മത്സ്യബന്ധനത്തിനും പരന്ന പിൻഭാഗമുള്ള സമ്പൂക്ക് ചരക്ക് നീക്കത്തിനും ഉല്ലാസയാത്രയ്ക്കുമാണ് ഉപയോഗിച്ചിരുന്നത്. അറബികളുടെ പത്തേമാരികൾക്കുള്ള അറ്റകുറ്റപ്പണികൾ കോഴിക്കോട് നടത്തിയിരുന്ന ആശാരിമാരാണ് ഒരു നിർമ്മാണം തുടങ്ങിയതെന്നാണ് നിഗമനം. വർഷങ്ങൾക്ക് മുമ്പേ ബേപ്പൂർ ഉരുക്കൾ ചരിത്രത്തിലേക്ക് ഓളം വെട്ടി സഞ്ചരിച്ചു. 113 വർഷം മുമ്പ് കുവൈത്തിലെ മഹറഫി കുടുംബത്തിനാണ് ഇവിടെ നിന്ന് ആദ്യമായി ഉരു നിർമ്മിച്ചത് എന്ന് രേഖകൾ പറയുന്നു. ഈ ഒരു 1916 നീറ്റിലിറക്കിയത്. തേക്കുതടി കച്ചവടക്കാർ കൂടിയായിരുന്ന കാമന്റെ കത്ത് കുഞ്ഞമ്മദ് കോയയുടെയും സംഘത്തിന്റെയും തേക്ക് പാണ്ഡികശാല കൂടിയായിരുന്നു 100 വർഷം മുമ്പ് ഇന്നത്തെ സൗത്ത് ബീച്ച്. ഇവിടെയാണ് കുഞ്ഞമ്മദ് കോയയുടെ നേതൃത്വത്തിൽ ചരിത്രത്തിലിടം നേടിയ ഉരു നിർമ്മിച്ചത്. ബൂം എന്ന് വിളിക്കുന്ന ചരക്കുപായ് കപ്പലായിരുന്നു അത്. 450 ടൺ ഭാരം വഹിക്കാനുള്ള ശേഷി ആ ഉരുവിനുണ്ടായിരുന്നു. എഞ്ചിനില്ലാതെ കാറ്റിന്റെ ഗതിവേഗം അനുസരിച്ച് കുവൈത്തിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു.
ബ്ലൂ പ്രിന്റ് മനസ്സിൽ മാത്രം. വാണിജ്യ ആവശ്യങ്ങൾക്കും ഉല്ലാസയാത്രകൾക്കുമാണ് ഉണ്ടാക്കിയിരുന്നത്. ഒരു നിർമ്മാണം ഇടക്കാലത്ത് പ്രതിസന്ധിയിലാകുകയും ഒന്നുപോലും നിർമ്മിക്കാനാവാത്ത അവസ്ഥയിൽ ബേപ്പൂരിലെ പണിശാലകൾ മാറുകയും ചെയ്തിരുന്നു. ഞങ്ങൾ അച്ഛനൊക്കെ ഇതിൻ്റെ വർക്ക് തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ ഈ വർക്കാണ് എടുക്കുന്നത്. ഇനിയിപ്പം ഞങ്ങളെ കുട്ടികളൊന്നും ഇതിൻ്റെ വർക്കിലില്ല. കാരണം ഇതൊരു തുടർച്ചയായിട്ടുണ്ടാകുന്നൊരു വർക്കല്ല. അതുമല്ല, ഈ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് എവിടെ നിന്നും കിട്ടുന്നില്ല. അപ്പോൾ കുട്ടികൾ ഇത് പഠിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ പഠിക്കാനായിട്ട് ഒരു കമ്പനിയായിട്ട് ബേപ്പൂരില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അതായത് ഈ വർക്കുകളൊക്കെ പിന്നാക്കം നിന്നുകൊണ്ടിരിക്കുക. ഇനി വരും തലമുറക്ക് വർക്ക് അറിയുമെന്ന് ചോദിച്ചാൽ വളരെ, ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഒരു 10-100 പേര് ഈ വർക്ക് അറിയുന്നവരുണ്ട്. ഒരാളെ എടുത്തുനിന്ന് ഒരു അറിവ് നേടാതെ സ്വന്തം ഐഡിയക്ക് ചെയ്യാൻ പറ്റിയ ആളുകളുണ്ടായിരുന്നു. നേരെ മറിച്ച് ഇന്നൊരു 6-7 ആളോ. കാരണം എന്തുകൊണ്ട് പണിയെടുക്കാനുള്ള ബേസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് 10-20 ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 നിങ്ങൾ കാണുന്നുള്ളൂ. അന്ന് ഈ ഇങ്ങനത്തെ അല്ല. അന്ന് ട്രാൻസ്പോർട്ടിങ് നടത്താനായിട്ട് ചരക്ക് എടുക്കാനുള്ള ഉരുകളായിരുന്നു ഉണ്ടാക്കുന്നത്. നേരെ മറിച്ച് ഇന്ന് ആ വർക്കില്ല. ഇന്ന് ചരക്കുകളും ഒക്കെ ഷിപ്പായിട്ടും ഫ്ലൈറ്റിലായിട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ സംഭവമൊന്നുമില്ല. ഇന്നിപ്പോൾ ഇത് അവർക്ക് ലക്ഷറി ബോട്ടായിട്ട് കടലിൽ ഉപയോഗിക്കാൻ, കടലിൽ കിടന്ന് ഉറങ്ങാനായിട്ട് ഉണ്ടാക്കുന്നൊരു സംഭവം. സ്ഥലം ഇഷ്ടാനുസരണം കിട്ടാണ്ട് ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലെ തേക്ക് പണ്ടത്തെ അത്ര ഏജ് കൂടിയ തേക്കുകളൊന്നും മരങ്ങളൊന്നും ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടാനില്ല. പണ്ടുള്ള മരങ്ങളൊക്കെ എത്രയോ പഴക്കങ്ങൾ കഴിഞ്ഞ മരങ്ങളാണ് എല്ലാ കാര്യത്തിനും യൂസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ മരത്തിനൊക്കെ വളരെ ഏജ് കുറഞ്ഞ മരങ്ങളാണ്. പൊങ്ങി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കട്ട് ചെയ്ത് ഫർണിച്ചറായി മാറി. നിർമ്മാണത്തിന്റെ തച്ചുശാസ്ത്ര വൈദഗ്ധ്യം എന്നും അത്ഭുതമുളവാക്കുന്നതാണ്. ഒരു കടലാസും രേഖാചിത്രവുമില്ല. എല്ലാം മനക്കണക്ക് മാത്രം. ഏകദേശം 70,100,000 ടൺ ഭാരമുണ്ടാകും ശരാശരി ഉരുവിന്. 4 മുതൽ 10 കോടി രൂപ വരെ ചിലവാക്കിയാണ് നിർമ്മാണം. ഒരു നിർമ്മാണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും കഠിനമായ കായികാധ്വാനം അനിവാര്യമാണ്. നാടൻ മലേഷ്യൻ ഇനങ്ങളിൽപ്പെട്ട തേക്ക്, കൊയില മരങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. കരിമരുത്, നിലമ്പൂർ വാഗ തുടങ്ങിയ മരങ്ങളാണ് പ്രധാനമായും ഫ്രെയിമുകളാകുന്നത്. പുറംഭാഗത്ത് തേക്ക്, അകത്ത് വാഗ, മെഴുക് പ്ലാവ് എന്നിങ്ങനെയാണ് നിർമ്മാണ രീതി. പലപ്പോഴും ഇവയെല്ലാം തേക്കിനേക്കാളും വിലയാകുന്നു. മരങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്നതിനായി കാൽവനൈസ്ഡ് സ്റ്റീൽ നിർമ്മിത ആണികൾ വേണം. ചുണ്ണാമ്പും മൃഗക്കൊഴുപ്പും ചൂടാക്കിയാണ് വാട്ടർ ലെവൽ വരെ ക്ലീൻ ചെയ്യുന്നത്. 2 നെടുനീളം തടികൾ യോജിപ്പിച്ചുണ്ടാക്കിയ അടിമരത്തിൽ നിന്നാണ് നിർമ്മാണം തുടങ്ങുക. അടിമരത്തിന് കുറുകെ കൃത്യാനുപാതത്തിൽ വളഞ്ഞ കഷ്ണങ്ങൾ സ്ഥാപിച്ച് ഉരുവിന്റെ ചട്ടക്കൂട് തയ്യാറാക്കും. വീതിയുടെ പകുതി എടുത്താൽ പൊക്കമായി. അളവുകളുടെ ലളിത ഒരനുപാതം ഇതാണെങ്കിലും സങ്കീർണമായ വളരെയധികം മനക്കണക്കുകൾ ചെയ്താലേ പൂർണ്ണ രൂപരേഖ തയ്യാറാക്കൂ. അടിമരത്തിന് നടുക്ക് കുറുകെ വെക്കുന്ന ചട്ടപ്പലകയുടെ അളവിൽ പ്ലൈവുഡിൽ ഒരു മട്ടമുണ്ടാക്കുന്നു. ഇതിന്റെ അനുപാതത്തിൽ കൃത്യ ആകൃതിയിലുള്ള പലകകൾ നിരത്തി ചട്ടക്കൂട് തയ്യാറാക്കുന്നു. പുറമേ പലക നിരത്തി അവയ്ക്കിടയിൽ പഞ്ഞി തിരികെ വെള്ളം കയറാത്ത പുറംചട്ട തയ്യാറാക്കുന്നു. ഉരുവിന്റെ ഉൾഭാഗത്ത് എഞ്ചിനും മറ്റും സ്ഥാപിക്കുന്നതും മനക്കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. ഉരുവിന്റെ പ്രധാന വാണിജ്യ ഘടകം സൗന്ദര്യം തന്നെ. അതിനുള്ള കൊത്തുപണികൾ ചെയ്യുന്നത് അതിവിദഗ്ധരായ തദ്ദേശവാസികളായ തച്ചന്മാരും. ഞാനൊക്കെ ഖത്തറിലിരിക്കുന്ന സമയത്ത് പുറം രാജ്യങ്ങളിൽ പല യൂറോപ്പിൽ നിന്നൊക്കെ പല അവിടുത്തെ മിനിസ്റ്റർമാരൊക്കെ വരുമ്പോൾ ഖത്തറിലെ മിനിസ്റ്റർമാരൊക്കെ ആയിട്ട് അവർ കൂടി കടലിലേക്ക് പോകുന്നത് ഇങ്ങനത്തെ ബോട്ടിനകത്താണ്. അവർ എൻജോയ് ചെയ്യുന്നത് ഇങ്ങനത്തെ ബോട്ടിനകത്താണ്. അവർക്ക് നമ്മളെ നാട്ടിൽ ആനയുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ അവർക്കിത് എല്ലാവർക്കും ഉരുകളില്ല. എല്ലാവർക്കും കാറുകളും പല സംഗതികളും ഉണ്ട്. പക്ഷേ ഉരുകളുള്ള ആളുകൾ വളരെ കുറവാണ്. ആദ്യം നമ്മളെ ടൂറിസം ഡെവലപ്പ് ആണെങ്കിൽ ആദ്യം നമ്മൾ ഈ പുഴേൻ്റെ തീരങ്ങളൊക്കെ നന്നായിട്ട് കെട്ടി ഒരു ടൂറിസം ബോട്ടുകളൊക്കെ കെട്ടിടാനായിട്ടുള്ള സ്പോട്ടുകൾ ഉണ്ടാക്കണം. ഇതെവിടെ നമ്മൾ കൊണ്ടുപോയി കെട്ടുക? ഏതെങ്കിലും ഒരാൾ, കാശുള്ള ഒരാൾ ഒരു ടൂറിസം ബോട്ട് ഇറക്കി കഴിഞ്ഞാൽ ഇത് സംരക്ഷിക്കാനായിട്ടുള്ള, നിർത്തിയിടാനായിട്ടുള്ള ഒരു ഏരിയ വേണ്ടേ? എവിടെ കൊണ്ടുപോയി നിർത്തും നമ്മളത്? അന്നപ്പം അതാദ്യം ചെയ്യണം. പുഴേൻ്റെ സൈഡുകളിലൊക്കെ കെട്ടി ക്ലിയർ ചെയ്ത് തരണം. എന്നിട്ട് അതിന് ബോട്ട് നിർത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കണ്ടില്ലേ, എന്നപോലെ ചെയ്യണം. മറ്റേത് കടലിൽ നിൽക്കില്ല. അത് നല്ലൊരു വെള്ളം വന്നു കഴിഞ്ഞാൽ പോകില്ല. പണ്ടത്തെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ ചുവട്ടിലുള്ള കീലെന്ന് പറയും, അതൊക്കെ കൈയേറിച്ച് ഒരാൾ താഴെ ഒരാൾ മുകളിൽ ഇരുന്നിട്ട്
വാളുകൊണ്ട് ഇങ്ങനെ ഈരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. നേരെ മറിച്ച് ഇന്ന് അതൊന്നുമില്ല, എന്നൊക്കെ മെഷീനിലാണുള്ളത് സംഗതികൾ. പണി ഇപ്പോൾ ഏകദേശം ഒരു 40% മെഷീൻ വർക്കായി. തുളയ്ക്കാനായിട്ട് ഡ്രില്ലുകൾ ഉപയോഗിക്കും, ഈ കട്ട് ചെയ്യാനായിട്ട് ജിക്സോ മെഷീൻ, ചക്രവാള് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എഞ്ചിൻ പണ്ട് കാലങ്ങളിലൊക്കെ പായ്ക്ക് ഓടി പോയിരുന്നു, ഇന്നിപ്പോൾ എഞ്ചിനാണല്ലോ. ഒരു കാലത്ത് 60 ഉരുക്കൾ വരെ ബേപ്പൂരിൽ നിർമ്മിച്ചിരുന്നു. ബേപ്പൂരിന്റെ നിർമ്മാണ വൈദഗ്ധ്യം 4ാം തലമുറയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഗൾഫിലെ രാജകുടുംബങ്ങൾക്ക് വേണ്ടി ഉരുക്കൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലും ബേപ്പൂർ ഒരു നിർമ്മാണം തകർച്ചയിലേക്കാണ് നീങ്ങുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഗൾഫ് അടക്കമുള്ള മേഖലയിലേക്ക് വ്യാപാര സഞ്ചാര ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഉരു ഇന്ന് വിനോദസഞ്ചാര സ്വകാര്യ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. യോജിച്ച മരമടക്കമുള്ള സാമഗ്രികൾക്ക് വലിയ വില നൽകേണ്ടി വരുന്നത് പ്രതിസന്ധിയിലാക്കുന്നു. ഒരു നിർമ്മാണം ബേപ്പൂരിലെ ചില പ്രദേശങ്ങളിലും അഴീക്കലും മാത്രമായി ഒതുങ്ങിത്തുടങ്ങി. ഈ മേഖലയിലേക്ക് കടന്നുവരുന്നവരുടെ എണ്ണവും കുറഞ്ഞു വരുന്നു. പുതിയ ഓർഡറുകൾ ലഭിക്കുന്നത് വളരെ കുറവ് തന്നെ. അതിനാൽ ഫർണിച്ചർ നിർമ്മാണം അടക്കമുള്ള മറ്റു തൊഴിലുകളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് തച്ചന്മാർ. തൊഴിൽ മേഖലയിലെ അസ്ഥിരത വ്യവസായത്തെ ദോഷകരമായി ബാധിക്കുന്നതുകൊണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രമാണ് ഈ മേഖലയിലേക്ക് പുതുതായി കടന്നുവരുന്നത്. ചെറിയ കപ്പൽ, വലിയ ബോട്ട് നിർമ്മാണത്തിനായി വർഷം ചിലവാക്കേണ്ട സമയത്തെ അതേ വലിപ്പമുള്ള ഉരു നിർമ്മിക്കാൻ 3 വർഷത്തോളം സമയവും 3 മടങ്ങ് മുടക്കുമുതലും ആവശ്യമാണ്. വരാറുണ്ട്. വന്നപ്പോൾ അവർ എങ്ങനെ വന്നാലും അവരത് വെറുതെ ചോദിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുള്ളൂ. കാര്യം വെച്ചാൽ ഇത് ഉണ്ടാക്കിയാലും കാശുള്ളവരുണ്ടാക്കിയാൽ കൊണ്ട് പാർക്ക് ചെയ്യാനായിട്ടൊരു ഏരിയ ഇല്ല നമ്മുടെ നാട്ടിൽ. നമ്മളെ നാട്ടിലിപ്പോൾ കണ്ടില്ല, ഇവിടെ കിടക്കുന്ന ഫിഷിംഗ് ബോട്ടൊക്കെ അവിടെ കിടക്കുന്നത്. ഈ ഫിഷിംഗ് ബോട്ടിൻ്റെ അടുത്തൊന്നും ഈ ലക്ഷറി ബോട്ടുകളൊന്നും കെട്ടാൻ കഴിയില്ല. അതിനൊക്കെ വേറെ തന്നെ ഒരു ഏരിയ കണ്ടെത്തണം. ഗോവ പോലെ സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള അങ്ങനെയുള്ള അതേപോലെ കോഴിക്കോട് ബേപ്പൂരൊക്കെ അങ്ങനെയുള്ളൊരു ഏരിയകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ടൂറിസം നമുക്ക് നന്നായിട്ടൊന്ന് വികസിപ്പിക്കാം. കേരളത്തിൻ്റെ വെളിയിൽ ഗോവയിൽ നിന്നൊക്കെ ഞങ്ങളോട് എൻക്വയറി ഉണ്ടായിരുന്നേ, പക്ഷേ ഞങ്ങളത്രയായിട്ട് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. പിന്നെ അവരത്ര വലിയ ഇതായിട്ട് കാണുന്നില്ല. ഏത് രാജ്യങ്ങളിലൊക്കെ കൂടുതൽ എൻക്വയറി വരും? നമുക്ക് അറബി രാജ്യങ്ങളിൽ തന്നെയാണ്, വരുന്നത്. ഗവൺമെൻറ് സൈഡിൽ നിന്ന് പല ഉദ്യോഗസ്ഥരും വന്നിട്ട് അന്വേഷിക്കാറുണ്ട്, പക്ഷേ ഒന്നും പ്രാബല്യത്തിൽ വരുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്, ഇതിന് ശരിക്കും ഇതൊരു സ്കൂളാക്കി മാറ്റണം. ഒരു ഗവൺമെൻറ് ഒരു കമ്പനി ആക്കിയിട്ട് ഇതിനോട് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് പണി പഠിപ്പിക്കുക, സർട്ടിഫിക്കറ്റ് കൊടുക്കുക, തുടർച്ചയായിട്ട് ജോലി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ജോലി ചെയ്യുക. അതിനുള്ളൊരു സംവിധാനം നമ്മളെ ഗവൺമെൻറ് ഉണ്ടാക്കിയാൽ വളരെ നന്നാവും. പണി ആർക്കും മറന്നു പോകില്ല. പഴയ ഈ പണികളുണ്ടല്ലോ, അത് എല്ലാ ആളുകളെ മനസ്സിലിരിക്കും. ഒരു നിർമ്മാണ പഠന കേന്ദ്രത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാണ്. പൗരാണിക കപ്പൽ നിർമ്മാണത്തെ സംബന്ധിച്ച് അറിവുകൾ നൽകുന്നതിനും മറ്റുമായി ആരംഭിച്ച ഡിപ്ലോമ കോഴ്സിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനായി നിർമ്മിക്കുന്ന ഉരുവിന്റെ നിർമ്മാണം നിലച്ചിരിക്കുകയാണ്. പ്രായോഗിക പരിശീലനത്തിനാണ് 45 അടി നീളവും 15 അടി വീതിയും 2.5 മീറ്റർ ഉയരവുമുള്ള ഒരു നിർമ്മാണം തുടങ്ങിയത്. അതേസമയം സംസ്ഥാന ബഡ്ജറ്റിൽ ബേപ്പൂർ സമഗ്ര ടൂറിസം വികസന പദ്ധതിക്ക് പണം അനുവദിക്കാത്തത് പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. ഇനി എത്ര നാളെന്നറിയില്ലെങ്കിലും കോഴിക്കോടിന്റെ ചരിത്രത്താളുകളിൽ ബേപ്പൂരും ഒരു നിർമ്മാണവും തല ഉയർത്തി നിൽക്കും.